റിയാദിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനമുടൻ. ഈ മാസം 19-ന് മോചനമുണ്ടാകുമെന്ന് ആക്ഷൻ കൗൺസിൽ അറിയിച്ചു. സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ശിക്ഷാ കാലാവധി പൂർത്തിയാകുന്നു. വധശിക്ഷയിൽ നിന്ന് നേരത്തെ ഒഴിവാക്കപ്പെട്ട റഹീമിന് കോടതി വിധിച്ച തടവ് ശിക്ഷ അവസാനിക്കുന്നതോടെ ജയിൽ മോചിതനാവാം. 2 പതിറ്റാണ്ടിലേറെ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കാണ് ഇപ്പോൾ അവസാനമാകുന്നത്. ശിക്ഷാ കാലാവധി തീരുന്ന മുറയ്ക്ക് ജയിൽ മോചനത്തിലുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. മെയ് 19-ന് ശിക്ഷാ കാലാവധി അവസാനിച്ച് 20-ന് തന്നെ അബ്ദുൾ റഹീം നാട്ടിലെത്തുമെന്നാണ് ആക്ഷൻ കൗൺസിൽ പ്രതീക്ഷിക്കുന്നത്. 2006-ൽ ഡ്രൈവർ ജോലിക്കായി സൗദിയിലെത്തിയ റഹീം സ്പോൺസറുടെ ഭിന്നശേഷിക്കാരനായ മകൻ മരിക്കാനിടയായ സംഭവത്തെ തുടർന്നാണ് ജയിലിലായത്. മനഃപൂർവ്വമല്ലാത്ത കൈപ്പിഴയായിരുന്നു അപകട കാരണമെങ്കിലും വധശിക്ഷയാണ് റഹീമിന് വിധിച്ചത്. 2006 നവംബറിലാണ് സൗദി ബാലനായ അനസ് അൽ ഫായിസിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അബ്ദുൾ റഹീം അറസ്റ്റിലാവുന്നത്. 2012-ൽ കോടതി വധശിക്ഷ വിധിച്ചു. സ്വകാര്യ അവകാശ നിയമപ്രകാരമുള്ള വധശിക്ഷ ഒഴിവായത് 2 വർഷം മുൻപ്. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ സഹായത്തോടെ സമാഹരിച്ച 1.5 കോടി റിയാൽ ദിയാധനം നൽകിയതോടെയാണ് കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബം മാപ്പ് നൽകിയത്. തുടർന്ന് അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ ഒഴിവാക്കുകയായിരുന്നു. മോചനം സംബന്ധിച്ച ഔദ്യോഗിക വിധിന്യായം കോടതിയിൽ നിന്ന് ഉടൻ പുറപ്പെടുവിക്കും. എന്നാൽ സൗദിയിലെ പെരുന്നാൾ പ്രമാണിച്ച് ഓഫീസുകൾക്ക് അവധിയാവുന്നതിനാൽ മോചന തീയതി ദിവസങ്ങൾ കൂടി നീണ്ടേക്കും. നീണ്ട 20 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് മകൻ തിരിച്ചെത്തുന്നതും കാത്തിരിക്കുകയാണ് റഹീമിന്റെ മാതാവ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.